എന്താണെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തിന് പ്രായം കൂടുതലുമുണ്ട്, പലരെയും പല വൃത്തികേടും പറയുന്നുണ്ട്. എന്നെയാണ് എന്തെല്ലാം പറഞ്ഞത്. സത്യത്തിൽ എന്നെ എൻ്റെ വീട്ടിലുള്ളവരെ ഒക്കെ പറയരുതാത്ത രീതിയിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ള, പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ വിജയം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഇട്ട് കോഞ്ഞാട്ടാടുന്ന നാടൻ ഭാഷ എന്നെ കണ്ടപ്പോൾ അത് അദ്ദേഹത്തിനെ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ തെറ്റാണ് എന്നൊന്ന് പറയേണ്ട ബാധ്യത ഒരു സഹോദര സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് വന്നു ചേർന്നു. ഞാനത് പറഞ്ഞു ഇപ്പോൾ ഐക്യത്തിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് വിധമങ്ങ് മാറി. അപ്പം നമ്മുടെ അനിയൻ പറഞ്ഞതുപോലെ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ തെറ്റുന്നത് തക്ക രീതിയിലേക്കാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ല. നായർ സഹോദരങ്ങളൊന്നും സുകുമാരൻ നായരെ വെറുക്കരുതെന്ന്. അതാണ് ഈ തന്ത്രപരമെന്ന് ഞാൻ പറഞ്ഞത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നായർ സഹോദരന്മാരൊക്കെ NSSനോട് കൂടി നിൽക്കുന്നവർ NSSനോട് കൂടി തന്നെ. ഈ ലോകത്തുള്ള നായന്മാർ മുഴുവൻ NSSകാരാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. NSS ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അതിനകത്തുള്ള അംഗങ്ങൾ അവരെന്നെ ഒന്നും മറുക്കത്തൊന്നും. ഏതാ എല്ലാ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പലരും പലതും കൂട്ടി എഴുതുന്നുണ്ട്. തലേ ദിവസം മറ്റോ ഇവിടെ ശ്രീരമ്പിള വന്നിച്ചു. ശ്രീരമ്പിള 2 ബുക്ക് തരാമെന്ന് അദ്ദേഹം എഴുതിയ ബുക്ക് തന്നു. അദ്ദേഹം സ്ഥാനത്തുനിന്നും പോയി അദ്ദേഹം ഇനി സ്വസ്ഥമായിട്ട് വക്കീലായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവാന്ന് പറയാനും കൂടെ വന്നു. അല്ലാതെ അതിനകത്ത് ഒരു ഇതുമില്ല. ഇവിടെ അവിടെ ബോർഡിലുള്ള മുഴുവൻ പേരും ഒരാളെ ഉള്ളൂ വരാതിരുന്നത്. അത് ഗണേഷ് കുമാർ അന്ന് ഇത് റിപ്പബ്ലിക് ഡേ സംബന്ധിച്ചുള്ള ഫ്ലാഗിൻ്റെ ഹോസ്റ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും പോകേണ്ടതുകൊണ്ട് ഞാൻ ലീവ് ലെറ്റർ തന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഐക്യം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി അവിടെ അവശേഷിക്കില്ല. അതിനെ എങ്ങനെയാണ് മറികടക്കുക? ഞാൻ എൻ്റെ ഞാൻ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ല, NSSന് വേണ്ടിയാണ്, നായർ സമുദായത്തിന് വേണ്ടിയാണ്. ഇല്ലേ? അത് മറ്റൊരു സമുദായത്തിന് ദോഷകരമാകരുത് എന്നുമുണ്ട്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അവർ ആലോചിക്കട്ടെ. ആരാ? ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം ഭൂരിപക്ഷം ഞങ്ങൾക്ക് അതിലൊന്നും കിട്ടിയത് സാറേ, അങ്ങനെ വിചാരിക്കേണ്ട. ഞങ്ങളിവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും എല്ലാ മതങ്ങളും ഒരുപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബൈലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂല്യമായ അടിസ്ഥാനമാണ്. അത് തെറ്റിച്ചിട്ട് ഒരു പരിപാടിയില്ല. SNDP NSS ഐക്യമാകുമായിരുന്നെങ്കിൽ ഈ മൂല്യങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഞങ്ങളാകൂ എന്ന് കണ്ടീഷനാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഇന്നത്തേതിലുമുണ്ട് അദ്ദേഹം ചില ഭീഷണികളുണ്ട്. ചില അതെ അപ്പം നമുക്കിപ്പോൾ ഇതിനൊന്നും കൂട്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപം കൂടുതൽ പറയാനുമില്ല. എല്ലാം ലീഗിനെതിരാണെന്നാണ് പുള്ളി പറഞ്ഞു കൊടുക്കുന്നത്. മുസ്ലിം സമുദായത്തിനെതിരല്ല, ലീഗിനെ മാത്രമാണ് ഈ പറയുന്നതെന്നാണ് പറയുന്നത്.
അതെന്തിനത്? ഞങ്ങൾ പറയുന്നത് ആരോടും എതിരിടാൻ പാടില്ലെന്ന്. എങ്ങനെ യോജിക്കും? ഇത് തമ്മിൽ എങ്ങനെ യോജിക്കും? പിന്നെ എങ്ങനെ ഐക്യം ഉണ്ടാവും? ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് താങ്കൾ പൂർണ്ണമായും ഈ ഐക്യത്തിന് അനുകൂലമായിരുന്നു. ഡയറക്ടർ ബോർഡിൽ വന്നപ്പോഴാണ്. ആയിരുന്നല്ലോ. അപ്പോൾ ഡയറക്ടർ ബോർഡിൽ വന്നപ്പോൾ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ ഈ പച്ചല വെച്ച് ഊതുമല്ലോ. പച്ചല വെച്ച് ഊതത്തില്ലേ? ഊതി 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 വന്നപ്പോൾ ഇല തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ഒരു കണക്കിന് അത്രയും താമസം വന്നത് നന്നായിന്ന് എൻ്റെ അഭിപ്രായം. ഏത് കൂടിക്കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കോണ്ടാക്ട്സിനോ. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. അവർക്ക് അതിനപ്പുറത്തൊന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിൽ പ്രവർത്തിച്ചോട്ടെ. ഞാനതിന് തെറ്റും പറയുന്നില്ല. അവരുടെ നയങ്ങളനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ. ഞങ്ങളുടെ നയങ്ങളനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കാം. പക്ഷേ ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിത് വേണ്ടെന്ന് വെച്ചത്.